എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് എന്ന ചലഞ്ചിൻ്റെ ആദ്യ ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് ഉത്തര മലബാറിലെ ഏറ്റവും ഭക്തി നിർഭരമായ കൗതുകങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ഒരു പുണ്യ സങ്കേതത്തെക്കുറിച്ചാണ്. കണ്ണൂരിലെ ചരിത്രപ്രസിദ്ധമായ മാടായിപ്പാറയിൽ കുടികൊള്ളുന്ന കോലോത്തുനാടിൻ്റെ കാവൽ ദൈവമായ മാടായിക്കാവിലമ്മയുടെ അഥവാ തിരുവർക്കോട്ട് ഭഗവതിയുടെ കഥയാണിത്. ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ദാരികനെന്ന അസുരനെ നിഗ്രഹിക്കാൻ പരമശിവന്റെ മൂന്നാം കണ്ണിലെ ക്രോധാഗ്നിയിൽ നിന്നും ജ്വലിച്ചുയർന്നവളാണ് ഭദ്രകാളി ദേവി. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ദാരികന്റെ ശിരസ്സറുത്തിട്ടും ദേവിയുടെ കോപം അടങ്ങിയില്ല. ചോരയൊലിക്കുന്ന ശിരസും കയ്യിലേന്തി രൗദ്രഭാവത്തിൽ ആകാശമാർഗെ സഞ്ചരിക്കുകയായിരുന്നു ദേവി. ഈ ഉഗ്രരൂപം കണ്ട് ഭയന്ന ലോകപാലകർ ദേവിയെ ശാന്തയാക്കാൻ പരമശിവനോട് അപേക്ഷിച്ചു. ശിവൻ തൻ്റെ മകനായ ഗണപതിയെയും കൂട്ടി ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ ദേവി വരുന്ന വഴിയിൽ കാത്തിരുന്നു. യാത്രക്കിടയിൽ മനോഹരമായ മാടായിപ്പാറയുടെ മുകളിൽ എത്തിയപ്പോൾ ദേവി ഈ ബ്രാഹ്മണരെ കണ്ടു. തൻ്റെ അച്ഛനും സഹോദരനുമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഭഗവതിയുടെ ക്രോധമെല്ലാം അലിഞ്ഞു പോവുകയും ദേവി തികച്ചും ശാന്തസ്വരൂപിണിയാവുകയും ചെയ്തു. അവിടെ വെച്ച് ദേവിക്ക് കള്ളും മാംസവും നിവേദ്യമായി നൽകി തൃപ്തിപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. ഈ പുണ്യഭൂമി ഇഷ്ടപ്പെട്ട ദേവി പിന്നീട് അവിടെ തന്നെ കുടികൊണ്ടു. ഒരിക്കൽ കോലോത്തുനാട് ഭരിച്ചിരുന്ന രാജാവിന് ദേവിയെ നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. രാജാവിൻ്റെ ഭക്തിയിൽ പ്രീതി പൂണ്ട ദേവി ഒരു ദിവസം രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ കൺചിമ്മുന്ന പ്രകാശത്തോടെ കിരീടവും ആഭരണങ്ങളും അണിഞ്ഞ് കയ്യിൽ ആയുധങ്ങളുമായി നിന്ന ദേവിയുടെ ആ ഉഗ്രരൂപം താങ്ങാൻ രാജാവിന് കഴിഞ്ഞില്ല. ഈ രൂപത്തിലാണ് ഇന്നും ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും പൂജാരിയായ പള്ളിപ്പാട്ട് ബ്രാഹ്മണൻ തിരുനട തുറക്കുമ്പോൾ കണ്ണുകൾ അടച്ചുപിടിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നട തുറക്കുന്നത്. ദേവിയുടെ ആ ഭയങ്കരമായ ചൈതന്യം നേരിട്ട് കണ്ണിൽ ഉടക്കാതിരിക്കാനാണ് ഈ ആചാരം. മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും മാടായിക്കാവിനെ വേറിട്ടു നിർത്തുന്നത് ഇവിടുത്തെ ശാക്തേയ പൂജാരീതികളാണ്. ബ്രാഹ്മണ വിധിപ്രകാരമുള്ള പൂജകൾ നടക്കുമ്പോൾ തന്നെ ഇവിടെ ദേവിക്ക് കള്ളും മാംസവും നിവേദിക്കുന്നു. ചെത്തി നല്ല കള്ള് വലിയ ഭരണികളിലാക്കി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന കലശം ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ്. ശത്രുദോഷങ്ങളും മാറാരോഗങ്ങളും മാറാൻ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ജീവനുള്ള കോഴികളെ വഴിപാടായി കൊണ്ടുവന്ന് പറത്താറുണ്ട്. നിത്യേനയുള്ള അരിനിവേദ്യത്തിന് പുറമെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഇവിടെ വലിയൊരു സദ്യ തന്നെയുണ്ട്. ഭഗവാൻ ശിവൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ദേവിയെ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അന്ന് വലിയ തോതിൽ ഓണപ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്യുന്നു. ഇവിടുത്തെ ചോറും കറികളും അടങ്ങുന്ന പ്രസാദം കഴിച്ചാൽ സകല ദുരിതങ്ങളും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന മാടായിക്കാവിലമ്മയുടെ സന്നിധിയിൽ ഒരിക്കലെങ്കിലും പോയി തൊഴുന്നത് ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് എനർജി തരും എന്നതിൽ സംശയമില്ല. അസുര നിഗ്രഹണം നടത്തി ഒടുവിൽ ശാന്തയായി മാടായിക്കുന്നിൽ കുടികൊണ്ട അമ്മയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ രണ്ടാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.